വില കൂടിയ ഫേസ് ക്രീമുകൾ വാങ്ങി മടുത്തോ? എന്നാൽ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വീട്ടിൽ തന്നെ വളരെ കുറഞ്ഞ ചിലവിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ഫേസ് ക്രീമാണ്. ഈ റെസിപ്പി ഡോക്ടർ ദിവ്യ നായർ പങ്കുവച്ചതാണ്. ഒരിക്കൽ തയ്യാറാക്കി വെച്ചാൽ കുറച്ചു ദിവസങ്ങൾ ഉപയോഗിക്കാനും കഴിയും. അതുകൊണ്ട് സമയവും പണവും ഒരുപോലെ ലാഭിക്കാം. ഞാനും ഇത് തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കിയപ്പോൾ നല്ലൊരു അനുഭവമാണ് കിട്ടിയത്. അതുകൊണ്ടാണ് നിങ്ങളുമായി ഇത് പങ്കുവെക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടാൽ ഇത് എങ്ങനെ തയ്യാറാക്കാം, എങ്ങനെ ഉപയോഗിക്കാം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നെല്ലാം മനസ്സിലാവും. അപ്പോൾ സമയം കളയാതെ ഈ ക്രീമിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ്. കോഫി പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഏത് വീട്ടിലും ഉണ്ടാവാതിരിക്കില്ല. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂണ് കാപ്പിപ്പൊടിയും 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു 4 ടേബിൾ സ്പൂണ് നമ്മൾ ചെറു ചൂടുവെള്ളമാണ്. ഇത് നല്ലോണം ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലോണം മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് ആ അരിപ്പയിലേക്കൊന്ന് പാർന്നു കൊടുക്കുക. നല്ലോണം ഒന്ന് അരിച്ചെടുക്കുകയും ചെയ്യുക. കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു പേസ്റ്റ് രൂപത്തിലാണ് കിട്ടേണ്ടത്. അപ്പോൾ നന്നായി കട്ടകളൊന്നും ഇല്ലാതെ അരിച്ചെടുക്കുകയാണ്. കട്ടകൾ ഉണ്ടെങ്കിൽ ഒരു പേസ്റ്റ് രൂപത്തിൽ കിട്ടില്ല, ഒരു തരിതരം ഉണ്ടാവുള്ളൂ. ഈ കോൺഫ്ലോറും ഈ കാപ്പിപ്പൊടിയും നമുക്ക് വീട്ടിൽ ആവശ്യമായ ഒരു സാധനം ആയതുകൊണ്ട് നമ്മളിത് വാങ്ങി വെക്കുന്നതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് വീട്ടിൽ ഉപയോഗിക്കേണ്ട ഒരു സാധനം ആയതുകൊണ്ട് സ്കിൻ കെയറിനും ഏറ്റവും നല്ലൊരു ബെറ്ററായ ഓപ്ഷനാണ്. ഇനി ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ട് ഓണാക്കുക. അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഒന്ന് സിമ്മാക്കിയിടുക. നമ്മൾ ഈ കോൺഫ്ലവർ ഉപയോഗിച്ചതുകൊണ്ട് പെട്ടെന്ന് കട്ടിയാവും. അപ്പോൾ ആ കട്ട കെട്ടാതിരിക്കാൻ ഒന്ന് സിമ്മാക്കി കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് റെഡിയാവും. തോന്നെ ടൈമൊന്നും വേണ്ട. കൂടുതൽ വെള്ളം ഇല്ലെങ്കിൽ പെട്ടെന്ന് റെഡിയാവും. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇത് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ കട്ട കെട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. പിന്നെ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതാണ് പരുവം. പിന്നെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം. ഇനി ഇത് നല്ലോണം ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. പെട്ടെന്ന് ചൂടാറും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഹെയർ ടൈറ്റ് ബോക്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സ്റ്റോർ ചെയ്ത് നേരെ അടച്ചു വെക്കുക. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം നിർബന്ധമല്ല. പുറത്ത് വെക്കുകയാണെങ്കിൽ ഇതിൽ ഒരു വെള്ള പൂപ്പലും കാര്യങ്ങളും വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയതിൽ എന്തെങ്കിലും പരുവ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ്. ഞാൻ ഇങ്ങനെ ക്രീമുകൾ ഉണ്ടാക്കുന്ന സമയത്ത് കൈകൾ വന്നുങ്ങാണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ കൈയാണ്. അപ്പോൾ അവളെ കയ്യിൽ അവൾ ആഡ് ചെയ്ത് കാണിച്ചു തരികയാണ് ഇതെങ്ങനെ തേക്കാന്നുള്ളത്. ഇതിങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ തേച്ചതായിട്ടൊന്നും അറിയൂല. രാത്രി നമുക്ക് ശരിക്ക് ഇതിങ്ങനെ കയ്യിൽ തേച്ചിട്ട് രാത്രി സാധാ നമ്മൾ ക്രീമുകളൊക്കെ യൂസ് ചെയ്യണ പോലെ തന്നെ യൂസ് ചെയ്യുക. അങ്ങനെ അറിയൊന്നുമില്ല. ഇത് എവിടെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. ബോഡിയിൽ എവിടെയാണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യുക. നല്ലൊരു ബ്രൈറ്റിങ് കിട്ടും. ഇങ്ങനെ ഒരു തുടർച്ചയായിട്ട് 7 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ബ്രൈറ്റനിങ് കിട്ടുമെന്ന് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനലിൽ ഇതിൻ്റെ മുമ്പ് ഒരുപാട് ഫേസ് ക്രീമിൻ്റെ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോയി കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഉണ്ടാക്കി നോക്കിയിട്ട് റിസൾട്ട് കമൻ്റായിട്ട് പറയുക. അടുത്ത ബ്യൂട്ടി ടിപ്സുമായി വീണ്ടും വരാം.